മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് ദൈവത്തെയും ദൈവരാജ്യത്തെയും അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ്. ദൈവം നീതിമാന്മാരെ സ്നേഹിക്കുകയും അവരെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നാം വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടി നടത്തുന്നുണ്ട്. എല്ലാ ഉടമ്പടിയുടെ സാരാംശം ഇതായിരുന്നു: ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. നിങ്ങളുടെ കൽപ്പന പാലിക്കുമ്പോൾ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. ഈ അനുഗ്രഹങ്ങളെ പറ്റി നാം വിശുദ്ധ ബൈബിൾ പല ഇടങ്ങളിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 13 മുതൽ 22 വചനങ്ങളിൽ നാം വായിക്കുന്ന നോഹയുടെ പെട്ടകത്തിലുള്ള വിവരണമാണ്. വളരെ കൃത്യനിഷ്ഠമായ രീതിയിൽ ദൈവം പറഞ്ഞതുപോലെ മോശ പെട്ടകം ഉണ്ടാക്കുന്നു. അപ്പോൾ ദൈവം നോഹയുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഉടമ്പടിയുടെ സാരാംശം? ജലപ്രളയം മുഖേന നിന്റെയും കുടുംബത്തെയും ജീവജാലങ്ങളെയും ഞാൻ നശിപ്പിക്കുകയില്ല, രക്ഷിക്കും. ഭൂമിയിൽ തിന്മ വർദ്ധിച്ചപ്പോൾ ബാക്കിയുള്ള എല്ലാം നശിപ്പിച്ചെങ്കിലും നോഹയുടെ കുടുംബത്തെയും ദൈവം സംരക്ഷിക്കുന്നു. അതൊരു ഉടമ്പടിയുടെ ഭാഗമായിരുന്നു. ജെരമ്യയുടെ പുസ്തകം 32-ാം അധ്യായം 36 മുതൽ 41 വരെയുള്ള വചനത്തിൽ നാം വീണ്ടും വായിക്കുന്നത് ഒരു ഉടമ്പടിയെ പറ്റിയാണ്. ഉൽപ്പത്തി പുസ്തകം നാം നോഹയുമായുള്ള ഉടമ്പടിയെ പറ്റി കേട്ടു. എന്നാൽ ജെരമ്യയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇസ്രായേൽ ജനവും ദൈവവുമായുള്ള ഉടമ്പടിയാണ്. ആ ഉടമ്പടി എന്തൊക്കെ കാര്യമാണ് ദൈവം അവർ പറയുന്നത്? ദൈവം അവർ പറയുകയാണ് ചെയ്യുന്നത്: നിങ്ങൾ എന്റെ കൽപ്പന അനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള ഭക്തി ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും. നിങ്ങളുടെ സുരക്ഷിതം ഞാൻ ഉറവാക്കും. എല്ലാവിധ ഭയത്തിൽ നിങ്ങളെ മോചിപ്പിക്കും. പല കാര്യങ്ങളാണ് ഈ ഉടമ്പടിയിൽ ദൈവം അവർ പറയുന്നത്. നിങ്ങൾക്ക് സന്തോഷം നൽകും, നിങ്ങൾക്ക് ഭയത്തിൽ നിന്ന് മോചനം നൽകും, നിങ്ങളുടെ സുരക്ഷിതം ഞാൻ ഉറപ്പാക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മൾ ഓരോരുത്തരുമായിട്ട് ഉടമ്പടി നടത്തുന്നുണ്ട്. ആ ഉടമ്പടിയിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ കർത്താവും രാജാവുമാണ്, നമ്മുടെ രക്ഷകനാണ്. നാം അവിടുത്തെ പ്രജകളാണല്ലോ, അവർ ദൈവത്തിന്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരായി സന്തോഷമായി ജീവിക്കുമെന്നാണ് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. യാക്കോബ് ശ്രീ എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ യാക്കോബ് ശ്രീ നമ്മെ ഒരു കാര്യം ഓർപ്പിക്കണം, അതിന് മുന്നറിയിപ്പ് തരികയാണ് ചെയ്യുന്നത്. ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ ശക്തിപ്പെടുത്തുവാൻ അല്ലെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾ തിന്മയായിട്ടുള്ള ചോദിക്കുന്നതുകൊണ്ടാണ്. വിശേഷ പ്രിയപ്പെട്ട സഹോദരരെ, പല സമയങ്ങളിൽ നമ്മൾ ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, മറ്റുള്ള പറയാറുണ്ട്: ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നും എനിക്ക് ലഭിക്കുന്നില്ല, എന്റെ ഉദ്ദേശങ്ങൾ സാധിക്കുന്നില്ല, എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ, എനിക്ക് അസ്വസ്ഥകൾ മാത്രമേ ഉള്ളൂ, എനിക്ക് ഐശ്വര്യമോ സമാധാനമോ സന്തോഷമോ ഒന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ദൈവം എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്ന് നാം ചിന്തിക്കാറുണ്ട്. നാം പലപ്പോഴും പലരും പറയുന്നത് കേൾക്കാറുണ്ട്. അതിന് ഉത്തരമായിട്ട് യാക്കോബ് എന്താണ് പറയുന്നത്? ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾ തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നു എന്നതുകൊണ്ടാണ്. ദൈവം ഒരു മനുഷ്യനിലും തിന്മ പ്രവർത്തിക്കുന്നില്ല. ദൈവം എപ്പോഴും നന്മയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവത്തിന്റെ ഹിതം നിറവേറാൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലെ വ്യക്തികളിൽ ദൈവത്തിന്റെ ഹിതം നിറവേറുവാനായിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം അരുളുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വായനയിലൂടെ ഈശോയെ ഓർപ്പിക്കുന്നതാണ്: ലൗകിക മോഹം വെടിഞ്ഞ് ദുരാശകളെ തൃപ്തിപ്പെടുത്താതിരിക്കാതെ മറിച്ച് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ വചനം ജീവിക്കുമ്പോൾ നാം ഓരോരുത്തരും അനുഗ്രഹീതരായി തീരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വചനങ്ങൾ യഥാർത്ഥ നിക്ഷേപത്തെ പറ്റിയാണ് ഈശോ സംസാരിക്കുന്നത്. എന്താണ് ഈശോ പറയുന്നത്? നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം സൂക്ഷിച്ചു വെക്കരുത്, അല്ലെങ്കിൽ കരുതി വെക്കരുത്, അത് നശിച്ചു പോകും. വിശാൽ പ്രിയപ്പെട്ടവരെ, ഉദാഹരണമായിട്ട് നമുക്കറിയാം, ആരോഗ്യം ഒരു രോഗം വന്നാൽ തീരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ കൊട്ടാരവും ബാഹ്യ നിക്ഷേപങ്ങളും ഒക്കെ തീരാൻ ഒരു പ്രകൃതിക്ഷോഭം മതി. ഓർമ്മശക്തി പോകുവാനായിട്ട് ഒരു ചെറിയ രോഗം മതി. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആരോഗ്യം പോകുന്നു, ഓർമ്മശക്തി പോകുന്നു, ചിലപ്പോൾ കാഴ്ച പോകുന്നു, കേൾവി പോകുന്നു. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ബാഹ്യ നിക്ഷേപങ്ങളും കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും നശിച്ചു പോകുന്നു. അത് നമ്മുടെ മുന്നിൽ നാം എന്നും കാണുന്നതാണ്.
അവിടെ എന്താണ് ഈശോ നമ്മോട് പറയുന്നത്? നിങ്ങളുടെ യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുമ്പോൾ അത് ആരും മോഷ്ടിക്കുകയോ അത് നശിച്ചു പോവുകയോ ചെയ്യില്ല. അതിനാൽ ഈശോ പറയുകയാണ് ചെയ്യുന്നത്, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുകയും ഈശോയുടെ വചനം അനുസരിച്ച് ദൈവസ്നേഹത്തിലും മനുഷ്യത്തിലും ജീവിക്കാനാണ് ഈശോ നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് യൂട്യൂബിലൂടെ ഈശോയുടെ വചനം കേൾക്കുന്ന സമയത്ത് നമ്മെ ഓർപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം നമ്മെ അഗാധമായി സ്നേഹിക്കുന്നു. എപ്പോഴും നാം ഒരു ഉടമ്പടി നടത്തുന്നു. ഉടമ്പടി ഇതാണ്, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ ജനവുമായിരിക്കും. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരായി തീരും, നമ്മൾ നന്മ ചെയ്യും, നമുക്ക് ഐശ്വര്യമുണ്ടാവും, അനുഗ്രഹം നൽകും. പിന്നീട് എന്താണ് ഈശോ അർപ്പിക്കുന്നത്? സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ നിങ്ങൾ കരുതി വെക്കുന്നു. ദൈവസ്നേഹത്തിലും മനുഷ്യസ്നേഹത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഈശോ നമ്മെ ഇന്ന് ഉദ്ബോധിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവവചനം കേൾക്കുവാനായിട്ട് ഞങ്ങൾക്ക് അവസരം നൽകിയല്ലോ. ഇന്ന് അങ്ങനെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഞങ്ങൾ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങൾ സുരക്ഷിതരായി തീരും, ഞങ്ങൾ നന്മകൾ ചെയ്യും, ഞങ്ങൾക്ക് ഭയമുണ്ടാകുകയില്ല, ഞങ്ങൾ പ്രസന്നവദനരായിരിക്കും. ഈശോ പറയുകയാണ് ചെയ്തത്, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ ജനവുമായിരിക്കും, നിങ്ങളെ ആരും ഭയപ്പെടുത്തുകയില്ല. ഞങ്ങളുടെ അസ്വസ്ഥകളും ഭയവും ബുദ്ധിമുട്ടും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തില്ല, മറിച്ച് സ്വർഗത്തിന് നിക്ഷേപം കരുതി വയ്ക്കുവാൻ അങ്ങനെ പഠിപ്പിച്ചത്. മനുഷ്യസ്നേഹത്തിലും ദൈവത്തിന് അധിഷ്ഠിതമായ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവാദിയുടെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.